الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على كل دينه ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സർവലോക സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾക്ക് പ്രാമുഖ്യം നൽകി ജീവിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാനാണ്. ഈ സുദിനത്തിൽ എല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. പ്രവാചകനായ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ത്യാഗപൂർണമായ ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വീണ്ടും ഒരു ബലിപെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ പേരിനോടൊപ്പം നമ്മൾ മലയാളത്തിൽ സുപരിചിതമായ ത്യാഗം എന്ന് സാധാരണ പറയാറുണ്ട്. ആ വാക്ക് നമുക്ക് എഴുതാനും പറയാനും വായിക്കാനും ഒക്കെ വളരെ എളുപ്പമുള്ളതാണ്. ഒരു പരിധിവരെ അത് പ്രാവർത്തികമാക്കാനും നമുക്ക് സാധിക്കും. ആ ത്യാഗം അല്ലെങ്കിൽ ത്യജിക്കുക എന്ന പ്രക്രിയ, ത്യാഗം സഹിക്കുക എന്ന പ്രക്രിയ നമ്മളൊക്കെ ചെയ്യാറുള്ളത് നമ്മുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാണ്.
നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, നമ്മുടെ ഉപജീവനത്തിൻ്റെ വിഷയത്തിൽ, അതല്ലെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാണ്. എത്ര നേരം വേണമെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഉറക്കമൊഴിക്കുവാൻ നമ്മൾ തയ്യാറാണ്. ആ അർത്ഥത്തിൽ ത്യാഗം എന്ന പ്രക്രിയ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ പ്രവാചകനായ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ജീവിത ചരിത്രത്തിൽ കാണുന്ന ത്യാഗം ഈ നിരക്കുള്ള വ്യക്തി താല്പര്യങ്ങളുടെ സഫലീകരണത്തിലായിരുന്നില്ല. മറിച്ച് തൻ്റെ സൃഷ്ടാവിൻ്റെ കൽപ്പനകളെ രണ്ടു വട്ടം ആലോചിക്കാതെ പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള സമ്പൂർണമായ സമർപ്പണ മനസ്ഥിതിയുടെ ഭാഗമായുള്ള ത്യാഗമായി. വളരെ വൈകി ലഭിച്ച ചോര പൈതലിനെ വിജനമായ ഭൂമിയിൽ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞ് വളർന്ന് വലുതായി കൗമാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിനെ ബലി നൽകണമെന്ന് കൽപ്പന വന്നപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കൽപ്പനകളെ നടപ്പിലാക്കാൻ അങ്ങനെയുള്ള ത്യാഗമാണ് പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ത്യാഗം. ഈ പെരുന്നാൾ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ സൃഷ്ടാവിൻ്റെ നിയമങ്ങളെ ശിരസ വഹിക്കുവാൻ എന്തെങ്കിലുമൊക്കെ ത്യജിക്കണം, എന്തെങ്കിലുമൊക്കെ ത്യാഗം സഹിക്കണം എന്നതാണ്. മില്ലത്ത് ഇബ്രാഹിമിനെ കുറിച്ച് പറയുമ്പോൾ അതങ്ങ് പറഞ്ഞു പോയത് കൊണ്ട് കാര്യമില്ല. ഈ പെരുന്നാൾ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ത്യാഗത്തിൻ്റെ ആ പ്രോത്സാഹനമായ അത്രയൊന്നുമില്ലെങ്കിലും സാധ്യമാകുന്ന അത്ര നമ്മുടെ സൃഷ്ടാവിൻ്റെ കൽപ്പനകളെ ശിരസ വഹിക്കുവാനുള്ള പ്രഖ്യാപനമാണ് ഈ പെരുന്നാളുകൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. അതാണ് നാം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന തക്ബീറുകളിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് വലിയവൻ. നമ്മുടെ താല്പര്യങ്ങൾക്ക് മുമ്പിൽ, അല്ലെങ്കിൽ അവൻ്റെ താല്പര്യങ്ങൾക്ക് മുമ്പിൽ, അള്ളാഹുവിൻ്റെ താല്പര്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ താല്പര്യങ്ങളൊന്നുമല്ല. അവനാണ് വലിയവൻ, അവനാണ് ആരാധനക്കർഹൻ, അവനാണ് സ്തുത്യർഹൻ എന്ന് നമ്മളുടെ ഈ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ തക്ബീറുകൾ അന്വർത്ഥമാകണമെങ്കിൽ അതിൻ്റെ ആശയം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. സഹോദരന്മാരെ, നമ്മൾ സാധാരണ പെരുന്നാളിന് പറയാനുള്ള പേര് ഈദ് എന്ന അറബി ഭാഷ. ഈദ് എന്ന അറബി പദത്തിൻ്റെ ഉൽപ്പത്തി ആദ അല്ലെങ്കിൽ ഔദ് എന്ന ഒരു വാക്കാണ്, അഥവാ മടക്കം, റിട്ടേൺ. എന്താണ് ഈ പെരുന്നാൾ എന്ന വാക്ക്? ഈ ആരിലേക്കുള്ള മടക്കം? സൃഷ്ടാവിലേക്കുള്ള മടക്കമാണ്. ഒരു ആഘോഷത്തിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ സൃഷ്ടാവിലേക്ക് മടങ്ങുകയാണ്. സാധാരണഗതിയിൽ നമുക്ക് സുപരിചിതമായ ഏതാഘോഷങ്ങളും എല്ലാവിധത്തിലുള്ള അർമാദങ്ങളും അതുപോലെ തന്നെ സർവ്വസീമകളും ലംഘിച്ച് ലഹരിയിൽ ആറാടുന്ന ആഘോഷ സമ്പ്രദായത്തെയാണ് നമുക്ക് പരിചയം. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആഘോഷം എന്നത് കൃത്യമായ ഒരു ചിട്ടയാണ്, ആരാധനയാണ്. ആ ആഘോഷത്തിൻ്റെ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് സൃഷ്ടാവുമായുള്ള ബന്ധം, മറ്റൊന്ന് സൃഷ്ടിയുമായുള്ള ബന്ധം. സൃഷ്ടാവുമായുള്ള ബന്ധത്തിൻ്റെ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവന് വേണ്ടിയുള്ള നമസ്കാരം, ഈ ഖുതുബ, ഇതൊക്കെ സൃഷ്ടാവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് പിരിയുമ്പോൾ ബലിയർക്കുന്നു. അത് നമ്മോടൊപ്പം ജീവിക്കുന്ന ആളുകൾക്ക് അതൊരു ഭക്ഷണമായി മാറും. ഇങ്ങനെ ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ രണ്ട് രൂപത്തിൽ സൃഷ്ടികളുമായും സൃഷ്ടാവുമായും ബന്ധപ്പെട്ടു. ആഘോഷം ഒരിക്കലും മനുഷ്യനെ അധമനാക്കാനല്ല, അവൻ്റെ സാമൂഹികവും ധാർമ്മികവുമായ നിലവാരങ്ങളെ വലിച്ചെറിയാനല്ല, മറിച്ച് ഈദ് എന്ന വാക്ക് അർത്ഥമാക്കുന്നത് മടക്കമാണ്, അഥവാ സൃഷ്ടാവിലേക്കുള്ള മടക്കമാണ്.
അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യനെ വീണ്ടും വീണ്ടും സൃഷ്ടാവിലേക്ക് അടുപ്പിക്കുവാനുള്ള കാരണമാകുന്ന ഈ ദിനം വളരെ മഹത്തരമായ ദിനമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു. ഈ ഒരു ദിവസത്തെ അഥവാ ഈ ബലിപെരുന്നാൾ ദിനത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അഅ്ളമൽ അയ്യാം ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുത്ത് ഈ ദിവസം യൗമുൻ നഹർ വളരെ അഅ്ളമാണ്, വളരെ മഹത്തരമാണ്. അള്ളാഹുവിൻ്റെ തഖ്ദീർ അനുസരിച്ച്, അള്ളാഹുവിൻ്റെ ചില കണക്കുകൾ അനുസരിച്ച് ചില ദിവസങ്ങളെ അള്ളാഹു മഹത്വപ്പെടുത്തിയിട്ടുണ്ട്, ചില മാസങ്ങളെ അള്ളാഹു മഹത്വപ്പെടുത്തിയിട്ടുണ്ട്, ചില സ്ഥലങ്ങളെ അള്ളാഹു മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ആ മഹത്വപ്പെടുത്തലുകൾ അതേപോലെ അംഗീകരിക്കുകയും മഹത്വമായി കൊണ്ട് നോക്കിക്കാണുകയും ചെയ്യുക എന്നത് നമ്മുടെ തഖ്വയുമായി ബന്ധപ്പെട്ടതാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വമൻ യുഅള്ളിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് നമ്മുടെ ഹൃദയത്തിലെ തഖ്വയുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു ആദരിച്ച വസ്തുക്കളെ, അള്ളാഹു മഹത്വപ്പെടുത്തിയ ദിവസങ്ങളെ, അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളെ ആ നിലക്ക് പവിത്രമായി കാണുക എന്നത് സത്യവിശ്വാസിയുടെ ഭക്തിയുമായി തഖ്വയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ പെരുന്നാൾ ദിനത്തിൽ ഈ നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കർമ്മം ബലികർമ്മമാണ്. നമ്മുടെ കാഴ്ചയിൽ ഒരു ഉരുവിനെ അറുക്കുക എന്നതാണ് ബലികർമ്മം. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. പ്രവാചകനായ ഇബ്രാഹിം നബി തൻ്റെ മകനെ അറുക്കുവാൻ കൽപ്പിക്കപ്പെടുകയും അതിൻ്റെ ആവശ്യമില്ല, ഒരാട്ടിനെ അറുത്തുകൊള്ളുക എന്ന ഖുർആനിക കൽപ്പനയുടെ പ്രതീകമാണ് എല്ലാ വർഷവും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ബലികർമ്മം അഥവാ ഒരു ഉരുവിൻ്റെ കഴുത്തിൽ കത്തിവെക്കുക എന്നതിനപ്പുറത്ത് അതിന് ചില മാനങ്ങളുണ്ട്. നാം അധ്വാനിച്ചുണ്ടാക്കിയ പണം ചെലവഴിച്ച് ഒരു ഉരുവിനെ വാങ്ങി അറക്കുക എന്നതിനപ്പുറത്ത് ഇസ്ലാം ബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള ദുർചിന്തകളുടെ കഴുത്തിൽ കത്തിവെക്കുക എന്നുള്ളതാണ്. സൃഷ്ടാവിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി നാം സ്വീകരിക്കുന്ന നിലപാടുകൾ, മനുഷ്യരോടുള്ള നമ്മുടെ ഇടപാടുകളിൽ കാണിക്കുന്ന തെറ്റായ നിലപാടുകൾ, നമ്മുടെ വിശ്വാസപരമായ തെറ്റായ നിലപാടുകൾ, അത്തരം നിലപാടുകൾക്ക് കത്തിവെക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ ബലിയിലൂടെ നമ്മൾ ആദ്യം ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലെ അഹങ്കാരത്തെയും നമ്മുടെ മനസ്സിലെ ദുരയെയും പരസ്പരമുള്ള മേനി നദികളും അതുപോലെ ഒരു മനുഷ്യനെ അധമനാക്കാൻ കാരണമാകുന്ന സർവ്വ ദുർവിചാരങ്ങളെയും ബലി അറുക്കാതെ കേവലം ഒരു ഗുരുവിനെ ബലി അറുത്തതുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം. കാരണം ഇസ്ലാമിൻ്റെ ഏതൊരു കാര്യങ്ങളും കേവലമായ ഒരു ഭാവങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ലൻ യനാലല്ലാഹ ലുഹൂമഹ വലാ ദിമാഹ വലാകിൻ യനാലുഹു തഖ്വാ. നിങ്ങളിവിടെ വിതരണം ചെയ്യപ്പെടുന്ന മാംസമൊന്നും നിങ്ങളുടെ പടച്ചവന് ആവശ്യമില്ല, അത് അവന് ലഭിക്കുന്നില്ല. ഇവിടെ ചിന്തപ്പെടുന്ന രക്തവും ഊറ്റിക്കുടിക്കുന്ന ഒരു സൃഷ്ടാവിനെയോ ഒരു ദൈവത്തെയോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ലൻ യനാലല്ലാഹ ലുഹൂമഹ വലാകിൻ യനാലുഹു തഖ്വാ. നിങ്ങളിലുള്ള തഖ്വയാണ് അവന് ലഭിക്കേണ്ടത്. അവൻ്റെ ആ കൽപ്പനയെ ശിരസാ വഹിച്ചുകൊണ്ട് തൻ്റെ പണം ചെലവഴിച്ച് ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ബലി അവിടെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഇറച്ചി വിതരണത്തിന് അപ്പുറത്ത് നമ്മുടെ മാനസികമായ സംസ്കരണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മുടെ സഹോദരങ്ങൾ, ലക്ഷക്കണക്കിനായ സഹോദരങ്ങൾ മക്കയിൽ ഒരുമിച്ചുകൂടി ഹജ്ജിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങളിലാണ്. ആ കർമ്മങ്ങളൊക്കെ പുറമെ നിന്നും വീക്ഷിക്കുന്ന ആളുകൾക്ക് ചില കായികമായ ചലനങ്ങളാകാം, ഫിസിക്കൽ ആക്ടിവിറ്റീസ്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു 7 തവണ കഅബയെ പ്രദക്ഷിണം വെക്കുന്നു, ഒരു 7 തവണ സഫാ മർവയിൽ ഓടുന്നു, ചില സ്ഥലങ്ങളിൽ ലാപ്പാർക്കുന്നു, ചില സ്ഥലങ്ങളിൽ കല്ലെറിയുന്നു.
അതുപോലെ നാം നിർവഹിക്കുന്ന നമസ്കാരങ്ങൾ, ഇതെല്ലാം ശാരീരികമായ ചില ചലനങ്ങളാണ്. അത് അള്ളാഹുവിന്റെ റസൂൽ വഹിയുടെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പറഞ്ഞല്ലോ, ഹുദു അന്നി മനാസിക്കും, കർമാനുഷ്ഠാനങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. ആ അർത്ഥത്തിലുള്ള കർമ്മങ്ങളാണ്. എന്നാൽ അതിനപ്പുറത്ത് ഈ അനുഷ്ഠാന കർമ്മങ്ങളിലൂടെയെല്ലാം അള്ളാഹു മനുഷ്യരിൽ ഉദ്ദേശിക്കുന്നത് ഒരു സാംസ്കാരികമായ പരിവർത്തനമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹജ്ജ് അതിൻ്റെ രൂപത്തിൽ നിർവഹിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായ ഹൃദയത്തിൻ്റെ ഉടമയാകുന്നു. നാം ആലോചിക്കേണ്ടത്, നമ്മളൊക്കെ അനുഷ്ഠാന കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷേ കർമാനന്തരം നമ്മളിൽ ഉണ്ടാവേണ്ട സംസ്കരണം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഇസ്ലാമിൽ ഒരു പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞാൽ കേവലം അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുകയല്ല. ഖുർആൻ കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഖദ് അഫ്ലഹ മൻ സക്കഹ. നഫ്സിനെ കുറിച്ച് പറഞ്ഞിട്ട്, നമ്മുടെ കൽബിനെ കുറിച്ച് പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നത്, ആ കൽബ്, ആ നഫ്സ് സംസ്കരണം സിദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മാത്രമാണ് വിജയിക്കുക. അപ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു അനുഷ്ഠാന കർമ്മങ്ങളും നമ്മോട് ആവശ്യപ്പെടുന്നത് സാംസ്കാരികമായ മാറ്റമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അള്ളാഹു നിങ്ങളുടെ കോലത്തിലേക്കൊന്നും നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ഈ പറയുന്ന പൂർണ്ണമായ ആന്തരിക സംസ്കരണം സിദ്ധിച്ച ഒരു വ്യക്തിയായി. അതുകൊണ്ടാണ് നിങ്ങളുടെ പിതാവ് അബീക്കും എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത്. മാത്രവുമല്ല, ആ പ്രവാചകനെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ഇന്നി ജാഇലുക്കും ലിന്നാസി ഇമാമ. ഇബ്രാഹിം നബിയെ കുറിച്ച് ഖുർആൻ പറയുന്നത് ജനങ്ങളുടെ ഇമാമാണ്. മറ്റൊരിടത്ത് പറഞ്ഞത് വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അള്ളാഹുവിൻ്റെ ഖലീൽ, സുഹൃത്ത് എന്നാണ്. ഒരേ സമയം തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ജനനേതാവും അള്ളാഹുവിൻ്റെ സുഹൃത്തുമാകുക എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇബ്രാഹിം നബി അള്ളാഹുവിലേക്ക് മാത്രം നോക്കി ജനങ്ങളെ വിസ്മരിച്ച ഒരു സന്യാസിയായിരുന്നില്ല. ജനങ്ങളെ മാത്രം നോക്കി തൻ്റെ സൃഷ്ടാവുമായുള്ള ബന്ധങ്ങൾ വിസ്മരിച്ച ലൗകിക ജീവിതം നയിച്ച ഒരു നേതാവുമായിരുന്നു. ഇത് രണ്ടും സമരസപ്പെട്ടുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം. തന്നോടൊപ്പം ജീവിക്കുന്ന ജനങ്ങളെ കേൾക്കാൻ, തന്നോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരുടെ പ്രയാസങ്ങളെ കേൾക്കുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ മുഖമുദ്രയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് നിങ്ങൾ പിൻപറ്റണമെന്ന് പറഞ്ഞത്. ഇബ്രാഹിം നബിയുടെ മില്ലത്തും അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പിൻപറ്റി ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ട ഒരു സൊസൈറ്റിയാണ് നമ്മൾ. പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ചില പ്രാർത്ഥനകൾ ഖുർആൻ പറയുന്നു. കഅബാലയത്തിൻ്റെ നിർമ്മാണത്തിന് ശേഷം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഖുർആൻ പറയുന്നത്, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ഇജ്അൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. മനുഷ്യന്റെ അടിസ്ഥാനപരമായ രണ്ട് ആവശ്യങ്ങളെക്കുറിച്ചാണ് ആ പ്രവാചകന്റെ ആലോചന. ഒരു ജനതയ്ക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ടത് എന്താണ്? ഭയമില്ലാത്ത അന്തരീക്ഷമാണ്. അതാണ് ഇബ്രാഹിം നബി അവിടെ വെച്ച് പ്രാർത്ഥിച്ച ഒന്നാമത്തെ കാര്യം. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ഇജ്അൽ ഹാദാ ബലദൻ ആമിന, നിർഭയമായ രാജ്യമാക്കണമേ പടച്ചതമ്പുരാൻ. പിന്നെയോ അവിടുത്തെ ജനങ്ങൾക്ക്, അഥവാ ഏതൊരു നാട്ടിലെയും ജനങ്ങൾക്ക് അടിസ്ഥാനപരമായ ആവശ്യമുള്ള സ്വാസ്ഥ്യവും സമാധാനവും, മറ്റൊന്ന് വർസുഖ് അഹ്ലഹു, അതിൻ്റെ ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണ വിഭവം. പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ഈ പ്രാർത്ഥന നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ പ്രാഥമികമായ ആവശ്യങ്ങളോടുള്ള ദൈവിക പ്രവാചകന്മാരുടെ, പടച്ചതമ്പുരാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ നിലപാടിനെ കുറിച്ചാണ്.
കേവലം ഒരു ആത്മീയമായ ചിന്തയിൽ ഒതുങ്ങി ജീവിക്കുക എന്നതല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ ഈ പ്രാഥമികമായ ആവശ്യം, നാം ജീവിക്കുന്ന രാജ്യത്തിൻ്റെ സമാധാനം, നാം ജീവിക്കുന്ന നാട്ടിൻ്റെ സ്വാസ്ഥ്യം ഏതൊരാളും ആഗ്രഹിക്കുന്ന. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ദേശീയ അവസ്ഥയിലും അന്തർദേശീയ അവസ്ഥയിലും മനുഷ്യർക്ക് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ അവസ്ഥ ദിനേന എന്നോണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസത്തെ അടിച്ചേൽപ്പിക്കുവാൻ, അതിൽ അർമാദിക്കുന്ന, അതിൽ ലഹരി കാണുന്ന വംശീയതയുടെ ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇന്ത്യ മുന്നോട്ട് പോയത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബംഗാളിൽ നിങ്ങൾ വാർത്തകളിലൂടെ വായിച്ചിട്ടുണ്ടാകാം, മദ്രസയിൽ പോലും വന്ദേ മാതരം നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഒരു ഏകദൈവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിക്കാൻ പ്രയാസമുള്ള, അവൻ്റെ വിശ്വാസപരമായ പ്രയാസമുള്ള ആ വരിയെ നിർബന്ധമായും നിങ്ങൾ ചൊല്ലിക്കൊള്ളണമെന്ന് ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിൻ്റെ അധികാരത്തിൻ്റെ മുന്നിൽ അവിടുത്തെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട, അവരുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട അധികാരികൾ തന്നെ നിർബന്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ മനോഹരമായ മറ്റൊരു കാഴ്ചപ്പാട്. ഇസ്ലാം പറയുന്നത് ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ യാതൊരു ബലാത്കാരവുമില്ല. അത് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തമാണ്. ഈ ദിവസങ്ങളിൽ ഇബ്രാഹിം നബിയുടെ ജീവിത ചരിത്രത്തെ അയവിറക്കുന്ന ഈ ദിവസങ്ങളിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ ബഹുമത സമൂഹത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുണ്ടാക്കിയ കരാറുകൾ, മദീന ചാർട്ടർ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ആഗോളതലത്തിലുള്ള അവസ്ഥ നമുക്കറിയാം. പശ്ചിമേഷ്യയുടെ അവസ്ഥ, പ്രവാസി സമൂഹത്തിൻ്റെ അവസ്ഥകൾ. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? മനുഷ്യർ അനിവാര്യമായും സ്വീകരിക്കേണ്ട നീതിയുടെ സംരക്ഷണം അവർ നിർവഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. പ്രപഞ്ചത്തെ സംവിധാനിച്ചതിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയുന്നത് ആകാശത്തെ നാം ഉയർത്തുകയും ഒരു സന്തുലിതമായ അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാത്ത മീസാൻ, ആ കൂട്ടത്തിൽ, ആ മീസാനിൽ, ആ സന്തുലിതാവസ്ഥയിൽ നിങ്ങൾ കൈകടത്തരുത്. മനുഷ്യർ അള്ളാഹു നിശ്ചയിച്ച ഈ പ്രാപഞ്ചിക വ്യവസ്ഥിതിയിൽ കൈകടത്തിയാൽ പ്രളയങ്ങൾ ഉണ്ടാകുന്നത് പോലെ, മറ്റു തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ പരസ്പരം അവർ സ്വീകരിക്കേണ്ട മര്യാദകളും നീതിയും പുലർത്താതെ വന്നാൽ അവർക്കിടയിൽ അധിനിവേശം ഉണ്ടാവുക സ്വാഭാവികമാണ്. അവർക്കിടയിൽ അക്രമങ്ങളും യുദ്ധങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്, നിങ്ങൾ നീതിയുടെ കാവലാളാണ്, നീതിയുടെ പക്ഷത്ത് നിങ്ങൾ നിൽക്കണം. അത് വലൗ അലാ അൻഫുസിക്കും, നിങ്ങൾക്കെതിരാണെങ്കിൽ പോലും. ഇന്നത്തെ ലോക സാഹചര്യങ്ങളെ നമുക്ക് വായിച്ചാൽ അറിയുന്നത് ജിയോ പൊളിറ്റിക്കൽ അഥവാ ഭൗമരാഷ്ട്രീയത്തിൻ്റെ യുദ്ധമാണ്. മറ്റുള്ളവൻ്റെ അതിർത്തിയിലുള്ള വിഭവങ്ങളെ തൻ്റെതാക്കി മാറ്റുവാനുള്ള അധിനിവേശ ചിന്തയിൽ നിന്നാണ് യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇസ്ലാമിൻ്റെ ഈ കാഴ്ചപ്പാടുകളെ നമ്മൾ ഉദ്ഘോഷിക്കേണ്ടതുണ്ട്, പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ലോകത്തിൽ നിലവിലുള്ള ഈ ഭീകരമായ അവസ്ഥകളെ പടച്ച തമ്പുരാൻ അവൻ്റെ ഫضل കൊണ്ട് നിയന്ത്രണ വിധേയമാക്കുക എന്നത് നമ്മുടെ പ്രാർത്ഥനയുണ്ടാകണം. ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂല കാരണം കേവലമായ എണ്ണയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭവങ്ങളോ എന്നതിനപ്പുറത്ത് ഫലസ്തീൻ എന്ന ഒരു രാഷ്ട്രത്തിൻ്റെ വിഷയമാണ്. ആ വിഷയത്തെ പരിഹരിക്കപ്പെടാതെ ഒരു കാരണവശാലും പശ്ചിമേഷ്യയിൽ ഇന്ന് നിലനിൽക്കുന്ന അസമാധാനം പരിഹരിക്കപ്പെടുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2 ആഴ്ച മുമ്പ് സൗദി അറേബ്യ ഐക്യരാഷ്ട്രസഭയിൽ നൽകിയ പ്രമേയം ഈ ഒരു വിഷയമായിരുന്നു. രോഗത്തെയല്ല രോഗകാരണത്തെ ചികിത്സിക്കണമെന്നതായി. നിർഭാഗ്യവശാൽ
കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലക്കാണ് ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പോകും. ഈ സമയത്ത് ഉപസമാരമായിക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം, നമ്മളുടെ ഈ കൊച്ചു കേരളം ഇന്ത്യയിലെ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായി ഒരു മതസൗഹാർദ്ദത്തിൻ്റെ, മാനവിക സൗഹാർദ്ദത്തിൻ്റെ കൊച്ചു ദുരന്തമായിട്ട് ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെയാണ്. പക്ഷേ ആ സൗഹാർദ്ദം നിലനിൽക്കുമ്പോൾ തങ്ങളുടേതായ വളർച്ച നടക്കില്ല എന്ന് തിരിച്ചറിയുന്ന ചിത്രശക്തികൾ, അവർ വളരുവാൻ കാരണമാകുന്ന വിഭജന രാഷ്ട്രീയം പ്രത്യക്ഷമായും പരോക്ഷമായും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ കാണുകയാണ്. ഇവിടെ ഒരു മുസ്ലിം സൊസൈറ്റി എന്ന നിലക്ക് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി പ്രതികരിക്കണം. എത്തരം ആളുകൾ എത്ര തന്നെ പ്രകോപിപ്പിച്ചാലും ശരി, വിശുദ്ധ ഖുർആനിൻ്റെ പല സൂചനകളും ഉണ്ടല്ലോ. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ മറ്റാരെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെക്കുറിച്ച് നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഫയസുബ്ബുല്ലാഹ്, അള്ളാഹുവിനെ അവർ ചീത്ത പറയും, പരസ്പരം അകർച്ചയുണ്ടാകും. അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞു, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സനു സയ്യ, തിന്മയെ നന്മ കൊണ്ട് തടയണം. നമ്മുടെ കേരളത്തിൻ്റെ ആ സാമൂഹിക അവസ്ഥയിൽ നമ്മൾ ഗണ്യമായ പങ്ക് വഹിക്കണം. നമ്മുടെ വാക്കുകൊണ്ട്, വിശിഷ്യ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ ഇടപെടലുകൾ ഭൗതികപരമായി തീരാൻ നമ്മൾ ശ്രദ്ധിക്കണം. താത്വികമായ വിശകലനത്തിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അതല്ലാതെ വിഭജനം ആഗ്രഹിക്കുന്നവരുടെ കൊക്കിന് തലവെച്ച് കൊടുത്താൽ ഈ കൊച്ചു തുരുത്ത്, ഈ പച്ചത്തുരുത്തും നഷ്ടപ്പെട്ടു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സംസാരത്തിൽ മാന്യത പുലർത്താൻ കൽപ്പിക്കപ്പെട്ട ഒരു സൊസൈറ്റിയാണ്. നമ്മൾ സാമ്പത്തിക വിശുദ്ധി നിലനിർത്തണമെന്ന് കൽപ്പിക്കപ്പെട്ട ഒരു സൊസൈറ്റിയാണ്. മനുഷ്യരോട് ഏറ്റവും മാന്യമായി പെരുമാറണമെന്ന് കൽപ്പിക്കപ്പെട്ട ഒരു സൊസൈറ്റിയാണ്. ആ നിലക്ക് നമ്മുടേതായ ആ ഐഡൻറ്റിറ്റി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ ബഹുമത സമൂഹത്തിൽ ഏറ്റവും നല്ല സാഹചര്യത്തെയും അന്തരീക്ഷത്തെയും നിലനിർത്തുവാൻ ആവശ്യമായ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കണം. അള്ളാഹു നമ്മുടെ നാട്ടിനെയും ലോകത്തെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അവസ്ഥയിലേക്ക് മാറ്റുമാറാകട്ടെ. ഇബ്രാഹിം നബിയെ തീച്ചൂളയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഈ രക്ഷിതാവിന് ഗസയിലെയും പലസ്തീനിലെയും നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തുക വളരെ എളുപ്പമാണ്. ആ നാഥൻ നിർഭയത്വമുള്ളൊരു സാഹചര്യത്തെ അവർക്ക് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളും കുറ്റങ്ങളും തെറ്റുകളും അവൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.